രുദ്രമരുതേ സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദേ സാംഗപദക്രമോപനിഷത് ഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണേ ദേവായ തസ്മൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശാന്തിപഥം എന്ന ഈ ആത്മീയ സരണിയിൽ ആത്മീയ യാത്രക്കായി എത്തിച്ചേർന്ന ഏവർക്കും എൻ്റെ കൂപ്പുകൈ. ഈ ആത്മീയ യാത്രയുടെ ആത്മീയ സരണിയുടെ അമരക്കാരൻ ശ്രീ ദിനേശ് സാറിന് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ യോഗമാണ്. കർമ്മത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് 10-ാമത്തെ ശ്ലോകത്തിലാണ്. വീതരാഗ ഭയക്രോധ മന്നയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ ഭൂതാമദ്ഭാവമാഗതാഃ. പറഞ്ഞത് ആശ, ഭയം, ക്രോധം ഇവയെ, ഈ രീതിയിലുള്ള വികാരങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയും അവരുടെ മനസ്സ് എന്നിൽ തന്നെ സമർപ്പിക്കുകയുമായ അനേകം പേർ ജ്ഞാനം കൊണ്ടും തപസ് കൊണ്ടും എന്നിൽ സായുജ്യമടഞ്ഞിട്ടുണ്ട് എന്ന് ഭഗവാന്റെ വിവരണത്തോടു കൂടിയാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പൊ അർജുനന്റെ മനസ്സിലൊരു ചോദ്യം വന്നു. എന്താണ്? അങ്ങ് ചിലർക്ക് മാത്രമേ മോക്ഷം കൊടുക്കുന്നുള്ളൂ, എല്ലാവർക്കുമില്ല. കാരണം പല രീതിയിൽ ഭഗവാനെ സമീപിക്കുന്ന ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റുള്ളവരെ സമീപിക്കുന്നവരുമുണ്ട്. അവർക്ക് മോക്ഷം ലഭിക്കുമോ? അതിന് മറുപടി പറയാണ് ഭഗവാൻ. യേ യഥാ മാം പ്രപദ്യന്തേ താസ്തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തേ മനുഷാ പാർത്ഥ സർവശാ. എന്താണ് സംഭവിക്കുന്നത്? ഹേ പാർത്ഥ, യേ യാതൊരുവർ, പ്ലൂരലാണ്, ആരൊക്കെയോ, യഥാ എപ്രകാരം, മാം എന്നെ, പ്രപദ്യന്തേ ശരണം പ്രാപിക്കുന്നുവോ അഥവാ ഭജിക്കുന്നുവോ, താൻ അവരെ, തഥാ ഏവ അതുപോലെ തന്നെ, അഹം ഞാൻ, ഭജാമി. ഇവിടെ ഭജാമി എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുമെന്നാണ്. ഭജിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഭജാമി, അവരെ സംരക്ഷിക്കും. യതഃ എന്തുകൊണ്ടെന്നാൽ, മനുഷ്യ എല്ലാ മനുഷ്യരും, മമ വർമ്മ എന്റെ ഭജനമാർഗത്തെ, സർവശ എല്ലാവിധത്തിലും, അനുവർത്തന്തേ അനുസരിക്കുന്നു, അനുവർത്തിച്ചു വരുന്നു. അതെന്താ? മറ്റുള്ള രീതിയിലും ഭജിക്കുന്നുണ്ട്, കർമ്മം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതൊക്കെ എത്തിച്ചേരുന്നത് ഭഗവാനിൽ തന്നെയാണ്, പരംപുരുഷനായ ഭഗവാനിൽ തന്നെയാണ് എന്ന് ഭഗവാൻ വിശദീകരിക്കുകയാണ്. അന്യം ഹേ പാർത്ഥ, യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥാ ഏവ അഹം ഭജാമി യഥാ മനുഷ്യവർമ്മ സർവശ അനുവർത്തന്തേ. യാതൊരുവൻ എപ്രകാരം എന്നെ ഉപാസിക്കുന്നുവോ അവരെ ആ വിധം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഭജാമി എന്ന് പറഞ്ഞാൽ ഇവിടെ അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരും എൻ്റെ ഭജനമാർഗത്തെ സർവപ്രകാരത്തിലും അനുസരിക്കുന്നു. സർവശാഹ, സർവപ്രകാരത്തിലും. നമ്മൾ ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുന്നതോ ആരാധിക്കുന്നതോ മാത്രമല്ല, മറ്റ് ദേവതകളെ പൂജിച്ചാലും ശരണഗതി പ്രാപിച്ചാലും അത് എന്നിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. മനുഷ്യൻ ഏത് പ്രകാരത്തിൽ, എന്ത് പ്രയോജനമുദ്ദേശിച്ച്, എന്ത് ഫലമുദ്ദേശിച്ച് എന്നെ ഉപാസിക്കുന്നുവോ ആ പ്രകാരത്തിൽ ഫലത്തെ കൊടുത്ത് ഞാൻ അനുഗ്രഹിക്കുന്നു. ഏത് രീതിയിലാണ് എന്നെ ഭജിക്കുന്നത് ആ രീതിയിൽ തന്നെ ഞാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഫലം ആഗ്രഹിക്കുന്നവർക്ക് ഫലവും
ക്ഷേമം ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേമവും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷവും ഞാൻ നൽകുന്നു. ഒരുവനിൽ തന്നെ മോക്ഷവും ഫലേച്ഛയും ഒരുമിച്ച് നിൽക്കുന്നില്ല. പലതവണ പറഞ്ഞതാണ്, ഫലേച്ഛയും മോക്ഷവും രണ്ടും സമാന്തരമാണ്, രണ്ടും ഒരുമിച്ച് നിൽക്കുന്നില്ല. പക്ഷെ ഏത് രീതിയിലാണ് എന്നെ പ്രാപിക്കുന്നത്, ഏത് രീതിയിലാണ് എന്നെ ഭജിക്കുന്നത്, ആ രീതിക്കനുസരിച്ച് എൻ്റെ ഭക്തന് ഞാൻ അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകും എന്നാണ് ഭഗവാൻ പറയുന്നത്. യേ യഥാ മാം പ്രപദ്യന്തേ, ഏതൊക്കെ രീതിയിൽ എന്നെ ശരണം പ്രാപിക്കുന്നുവോ. പുരാണം നോക്കിയാൽ അറിയാം, സുദാമാവിന്, അതായത് കുചേലന്, കൃഷ്ണൻ സതീർത്ഥനായിരുന്നു. കുചേലന് ദാരിദ്ര്യം മാറ്റാൻ ഭഗവാൻ കുചേലനെ അറിയാതെ തന്നെ, അത് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി സമ്പത്ത് കൊടുത്തു. ഗോപികമാർക്ക് ഭഗവാൻ കാമുകന്റെ രീതിയിലായിരുന്നു. ഭക്തനായ അക്രൂരന് ഭക്തന്റെ രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഉദ്ധവർ വളരെ താത്വികമായി ആശയപരമായി ഉന്നതിയുള്ളവരൊക്കെയാണ്. ഉദ്ധവഗീത വേറെ രീതിയിലുണ്ട്. അങ്ങനെ ഉദ്ധവർക്ക് ആ രീതിയിൽ തത്വശാസ്ത്രപരമായും ഭഗവാൻ അനുഗ്രഹം നൽകി. അമ്പാടിയിലെ അമ്മമാർക്ക് വെറും ഉണ്ണിക്കണ്ണനായിരുന്നു, വെണ്ണകെട്ട് നടക്കുന്ന, അങ്ങനെ കുസൃതി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു അമ്പാടിയിലെ അമ്മമാർക്ക്. അപ്പം എല്ലാവർക്കും ഭഗവാൻ ഏത് രീതിയിലൊക്കെ കാണുന്നുവോ അതിനനുസരിച്ച് തന്നെ ഭഗവാൻ പ്രത്യക്ഷീകരിച്ചു എന്നാണ് പറയുന്നത്. ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർക്ക് തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ അഭീഷ്ട ഫലങ്ങൾ യജ്ഞേശ്വരനായ ഭഗവാൻ കൊടുക്കാറുണ്ട്. എന്താണ് യജ്ഞേശ്വരൻ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഭൗതിക ജീവിതത്തിൽ യാഗവും യജ്ഞവും നടത്താറുണ്ട്. ആ യാഗത്തിനും യജ്ഞത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് യാഗം? അതിരാത്രം എന്തിനു വേണ്ടിയാ? അങ്ങനെ യാഗവും യജ്ഞവും ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ യാഗത്തിന് ചിലപ്പോൾ യാഗത്തിന്റെ അധിദേവത വേറെ ഏതെങ്കിലും ദേവതകളായിരിക്കും. ഉദാഹരണം, മഴ പെയ്യാനാണെങ്കിൽ ഇന്ദ്രനായിരിക്കും അതിദേവത. പക്ഷെ എന്നാൽ പോലും യജ്ഞാചാര്യനായ ഭഗവാൻ, ഇന്ദ്രനാണെങ്കിൽ പോലും ആത്യന്തികമായി ആരുടെയൊക്കെയാണ് എത്തിച്ചേരുന്നത്? എല്ലാറ്റിൻ്റെയും സർവേശ്വരനായ ഭഗവാനിലാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ യാഗം ചെയ്താലും യജ്ഞേശ്വരനായ ഭഗവാൻ ആ യജ്ഞഫലത്തെ കൊടുക്കാറുണ്ട്. ഏതൊരാളുടെയും വിജയം ഭഗവത് കാരുണ്യത്തിലാണ്. കർമ്മം എങ്ങനെയായിരിക്കണം? ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അകാമ സർവകാമേവ സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. എന്താ പറയുന്നത്? കാമമില്ലാത്തവനാകട്ടെ കാമമുള്ളവനാകട്ടെ, കാമം ഇവിടെ ആഗ്രഹം, നമ്മൾ ആഗ്രഹത്തോട് കൂടി ചെയ്യുന്ന കാമം, അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, മോക്ഷം ആഗ്രഹിക്കുന്നവരാവട്ടെ, തീവ്രമായ ഭക്തിയോടുകൂടി പരംപുരുഷനെ ആഗ്രഹിക്കുകയാണ് വേണ്ടത്, പരംപുരുഷനെ ഭജിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം ഭഗവാൻ കൊടുക്കും. അത് നേരത്തെ പറഞ്ഞ നിഷ്കാമകർമ്മം ചെയ്താൽ അത് ഫലവത്താവില്ല എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഏത് രീതിയിലായാലും ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഭജിക്കുന്നത് ഭഗവാനെ ആയിരിക്കില്ല, ഭഗവാന്റെ മറ്റ് രൂപങ്ങളെ ആയിരിക്കും, ഭഗവാനിൽ തന്നെയുള്ള മറ്റ് ദേവതകളെ ആയിരിക്കും നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ യജ്ഞം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഭഗവാൻ അതിനുള്ള ഫലം പ്രദാനം ചെയ്യും. 12ാമത്തെ ശ്ലോകം, കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർ ഭവതി കർമ്മജാഃ. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ. ഇവിടെയും ഗീതയിലും അത് തന്നെയാണ്, ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ ഭാഗവതത്തിൽ പറഞ്ഞത് അതിന്റെ 3ാമത്തെ വരി ഇവിടെയും ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർ ഭവതി കർമ്മജ. കർമ്മം ചെയ്യുന്നവർക്ക് വളരെ ക്ഷിപ്രമായി, വളരെ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും? അതിനുള്ള ഫലം കിട്ടും. ഇഹ, ഈ ലോകത്തിൽ, കർമ്മണാം, കർമ്മങ്ങളുടെ സിദ്ധിയും ഫലത്തെ, കാംക്ഷന്ത, ആഗ്രഹിക്കുന്നവർ, ദേവത, ഇവിടെ ദേവത എന്ന് പറയുന്നത്
ഇന്ദ്രാദി ദേവകൾ, ഇന്ദ്രൻ മാത്രമല്ല ഇന്ദ്രാദി ദേവതകൾ, അതായത് പ്രകൃതി ശക്തിയുടെ അതിദേവതകൾ എന്ന് കണ്ടാൽ മതി. യജന്തെ ആരാധിക്കുന്നു. ഹി എന്തുകൊണ്ടെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മജാഹ കർമ്മം കൊണ്ടുണ്ടാകുന്ന സിദ്ധി, അതിന്റെ ഫലം ക്ഷിപ്രം വേഗം ഭവതി ഉണ്ടാകുന്നു. പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ. ഇപ്പൊ മഴ ലഭിക്കാൻ വേണ്ടി ഇന്ദ്രനെ ആരാധിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ ആണ് അതിദേവത എന്ന രീതിയിൽ അതിന്റെ ഫലം വളരെ പെട്ടെന്ന് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റു രീതിയിലാണെങ്കിലോ അത് പിന്നീട് പറയുന്നുണ്ട്. അന്വയം നോക്കാം. ഇഹ കർമ്മണാം സിദ്ധിയും കാക്ഷന്ത ദേവതാഹ യജന്തേ. ഈ കർമ്മം കൊണ്ട് വളരെ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി, സിദ്ധി കിട്ടാൻ വേണ്ടി യജ്ഞം നടത്തുന്നു. ഹീ മാനുഷേ ലോകേ കർമ്മജ സിദ്ധിയും ക്ഷിപ്രം ഭവതി. അങ്ങനെയുള്ള ഈ ലോകത്തിൽ, മാനുഷലോകത്തിൽ മനുഷ്യന്മാർ മാത്രമേ കർമ്മം ചെയ്യുന്നുള്ളൂ, മനുഷ്യന്മാർ മാത്രമേ യാഗം ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള മാനുഷേ ലോകേ ഫലം എന്തായിരിക്കും? വളരെ പെട്ടെന്ന് കിട്ടും. എങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ രണ്ട് തലം പറഞ്ഞു. പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ദേവതമാരെയാണ് ആദ്യം പൂജിക്കുക. എന്തിനു വേണ്ടി? ഭൗതിക സുഖത്തിന് വേണ്ടി, ലൗകിക സുഖത്തിന് വേണ്ടി. ആത്മീയ സുഖത്തിന് വേണ്ടി ലഭിക്കുന്നതാണെങ്കിൽ പരംപുരുഷനെ ആരാധിക്കും. അതാണല്ലോ രീതി. അപ്പൊ ആധ്യാത്മിക ഭൗതികമായ കാര്യത്തിന് വേണ്ടി യാഗം ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ക്ഷിപ്രമായ ഫലസിദ്ധി ഉണ്ടാകുന്നു. എന്നാൽ മറ്റുള്ളവരാകട്ടെ, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവര് സ്വാഭാവികമായും പരംപുരുഷനെയാണ് തേടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കുറച്ച് കാലതാമസം വരും എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇത് ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് മറ്റേ ആത്മീയ തലത്തിലെത്താൻ കുറച്ചുകൂടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി സ്ട്രെയിൻ എടുക്കണം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഫലം ഉണ്ടാവില്ല. മറ്റേതാണെങ്കിൽ ഭൗതിക തലത്തിൽ ആവശ്യമായ സുഖങ്ങളും സൗകര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന, ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അതിദേവതകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം പ്രദാനം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി 13-ാമത്തെ ശ്ലോകം. അത് ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. ഒരുപക്ഷെ ഈ ശ്ലോകമായിരിക്കും ലോകത്തിലെ എല്ലാ ആളുകളും വ്യാഖ്യാനത്തിന് വിധേയമാക്കിയിട്ടുള്ളതും നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത കാര്യങ്ങൾ ചെയ്തതും. നമുക്കറിയാം, ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശാഃ തസ്യ കർത്താരമവിമാം അകർത്താരമവ്യയം. ഈ ചാതുർവർണ്യം മയാ സൃഷ്ടം ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി മറ്റുള്ളവർ ദുരുപയോഗിക്കപ്പെടുന്ന ഒരു വചനമാണിത്. ചാതുർവർണ്യം മയാ സൃഷ്ടം. അപ്പൊ പറയും, ഇതെല്ലാം ഭഗവാനല്ലേ ആക്കിയത്. ഈ നമ്മളിലുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങൾ, അന്നുണ്ടാക്കിയ വർണ്ണാശ്രമ ധർമ്മങ്ങളല്ല, ഇന്ന് അത് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു പോയി ഓരോരുത്തരുടെയും ഓരോ തലത്തിലും ഓരോ വിഭാഗത്തിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്ത് അതിൻ്റെ അർത്ഥ ശുദ്ധി കൈമോശം വന്നു പോയതാണ് ഈ ശ്ലോകം. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അത് പലവരും നിഷേധിച്ചു. ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വർണ്ണാശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ. തസ്യ കർത്താരമവിമാം, അതിന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. ഭഗവാൻ സമ്മതിക്കുന്നു, ഇതുണ്ടാക്കുന്നത് സാമൂഹ്യ ജീവിതത്തിൽ ഇതുണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. വിദ്യകർത്താരമവ്യയും. ഒന്ന് മനസ്സിലാക്കുക, വിധി നീ അറിയുക. എന്ത്? അകർത്താരമവ്യയും, അതിന്റെ കർത്താവല്ലാത്തതും ഞാൻ തന്നെ. അത് എന്താണ്? അത് വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവാണ് ഞാൻ എന്ന് പറയുന്നു, അകർത്താവാണ് എന്ന് പറയുന്നു. ഭഗവാൻ എന്താ ഇങ്ങനെ പറയുന്നത്? നമുക്ക് പരിശോധിക്കാം. ഗുണകർമ്മ വിഭാഗശ, ഗുണങ്ങൾക്കടിസ്ഥാനമായി, അടിവരയിട്ട് പറയുന്നു, ഗുണങ്ങൾക്കടിസ്ഥാനമായി ചാതുർവർണ്യം, 4 വർണ്ണങ്ങൾ
മയാ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. തസ്യ കർത്താരമപി ഞാൻ, അതിന്റെ കർത്താരം ഞാൻ തന്നെയാണ്. അകർത്താരം സൃഷ്ടികാര്യത്തിൽ അകർത്താരം ഞാൻ കർത്താവല്ലതാനും അതേ സമയത്ത്. അവ്യയം നാശമില്ലാത്തവനായും വിധി അറിയുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അന്വയം ഗുണകർമ്മ വിഭാഗശാ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം തസ്യ കർത്താരമപി മാം അകർത്താരം അവ്യയം വിധി. ഈ ചാതുർവർണ്ണ്യം ഇപ്പോ നമുക്ക് പലപ്പോഴും അനുഭവ വേദ്യമാണ്. ഞാനൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ്. അപ്പം ഉന്നത ജാതിയിൽ ഉള്ള ആളുകൾ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട അവസ്ഥയായിരിക്കും. അവരുടെ മക്കൾ വളരെ ദരിദ്രമാണെങ്കിൽ പോലും ഭീമമായ ഫീസ് കൊടുക്കേണ്ടി വരുമ്പോൾ വന്നാലുള്ള മാനസികാവസ്ഥ നന്നായിട്ട് അറിയാം. അപ്പൊ അവർ ചിലപ്പോ പഴിക്കുമായിരിക്കും, ഈ ഇതുണ്ടാക്കിയതാരാ, ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയതാരാ? അവരുടെ സങ്കല്പത്തിൽ അതാണ് ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, അത് മാത്രമേ അവരിക്കുള്ളൂ, ഭഗവാൻ തന്നെയാണ് ഈ കെടുതി ഉണ്ടാക്കിയത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ രണ്ടാമത്തെ വരിയായ ഗുണകർമ്മ വിഭാഗശ എന്ന കാര്യം വിവരിക്കുന്നു. അഥവാ ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത് സപ്രസീവ്, അത് വിസ്മരിക്കപ്പെടുകയാണ്, അത് അടിച്ചമർത്തപ്പെടുകയാണ്. ഗുണകർമ്മ വിഭാഗശ, ഈ ചാതുർവർണ്ണ്യത്തിന്റെ ഏറ്റവും കാതലായവനായാലും നീ കാണുക. ഗുണവിഭാഗത്തിന്റെയും കർമ്മവിഭാഗത്തിന്റെയും അനുസരിച്ച് 4 വർണ്ണങ്ങളിൽ നിന്നുണ്ടായി. ബ്രാഹ്മണോ അസ്യ മുഖാദാസീത്, ബ്രാഹ്മണൻ മുഖത്തിൽ നിന്ന്, വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്നാണ് ഉണ്ടായത്. ബ്രാഹ്മണൻ പരംപുരുഷന്റെ മുഖമാണ്. നമുക്കറിയാം ത്രിഗുണങ്ങൾ, സത്വ രജ തമസ് എന്ന ത്രിഗുണങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ആ ത്രിഗുണ പ്രാധാന്യമായിട്ടുള്ള ത്രിഗുണത്തിൽ സത്വ പ്രാധാന്യമായിട്ടുള്ള, സാത്വിക പ്രാധാന്യമായിട്ടുള്ള ഗുണങ്ങൾ ആർക്ക് കൂടുതലായിട്ടുണ്ടാവുന്നു അയാളാണ് ബ്രാഹ്മണൻ. കുലമല്ല. ഭഗവത് ചിന്തയോടും ഭഗവത് ആരാധനയോടും കൂടി ജീവിതം നയിക്കുന്ന ആരാണോ ആളുകൾ, സാത്വികമായിട്ട് മാത്രം ജീവിക്കുന്ന അയാൾ ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണന്റെ ജോലി എന്താ, കടമ എന്താ? ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ ശമം, ദമം, തപസ്, സ്വാധ്യായം, അതാണ് ബ്രാഹ്മണന്റെ ജോലി. പിന്നെ രണ്ടാമത്തേതോ? ഒന്നാമത്തേത് പറഞ്ഞു ബ്രാഹ്മണ, സത്വഗുണം അപ്രധാനമായിട്ടുള്ളതും രജോ ഗുണം പ്രധാനമായിട്ടുള്ളതും ക്ഷത്രിയൻ. സത്വഗുണം ഉണ്ടായിരിക്കും, അതേ സമയത്ത് അതിനേക്കാളും രജോ ഗുണം. അങ്ങനെയുള്ള ആളുകൾ ക്ഷത്രിയ വീര്യമുള്ളവരായിരിക്കും. അയാളുടെ പ്രകൃതം ശൗര്യമായിരിക്കും, ശൂരതയായിരിക്കും. അയാളുടെ ജോലി രാജ്യഭരണവും രാജ്യസംരക്ഷണവും പ്രജാപരിപാലനവും. രജോ ഗുണം പ്രധാനമായും തമോ ഗുണം അപ്രധാനമായിട്ടുള്ള ആള് വൈശ്യൻ. കച്ചവടം, കൃഷി തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർക്ക് രജോ ഗുണം അപ്രധാനമായും രജോ ഗുണം പ്രധാനമായും തമോ ഗുണം അപ്രധാനമായിട്ടുള്ളവരായിരിക്കും. തമോ ഗുണം കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയ ആളുകൾ ആരാണ്? അവരെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അവരുടെ കടമ എന്താണ്? ഇവർക്കൊക്കെ സേവനം ചെയ്യുക എന്നാണ് വ്യവസ്ഥിതി. ഈ വിവേചനം ഇവിടെ മാത്രമേ ഉള്ളൂ, അന്യ ലോകങ്ങളില്ല. അതുകൊണ്ടാണ് ഇമം മാനുഷേ ലോകേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അസ്യ കർത്താരമവി മാം വിദ്യ അകർത്താരം അവ്യയം തസ്യ കർത്താരം അപി ഞാൻ, ഇതിന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. വിദ്യ അറിയുക, അകർത്താരം അപി ഞാൻ, അവ്യയമായ ഇതിന്റെ അകർത്താരം ഞാൻ തന്നെയാണ്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കർത്താവ് ആണ് എന്ന് ഭഗവാൻ പറഞ്ഞു. കർത്താവ് എന്ന നിലയിൽ ഞാൻ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചു. അതോടനുബന്ധിച്ച് വന്ന മറ്റ് കർമ്മങ്ങളിൽ ഞാൻ അകർത്താവാണ്. ഇതന്നെയാണ് ഞാൻ പറയുന്നത്. ഇതന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ചാതുർവർണ്ണ്യം ഇവിടെ മയാൾ സൃഷ്ടം. ഭാരതത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഈ ചാതുർവർണ്ണ്യം പിന്നീടുണ്ടായ കാര്യങ്ങൾ, ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്
പിന്നീടുണ്ടായി, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ബ്രാഹ്മണനെ അബ്രാഹ്മണർക്ക് കണ്ടുകൂടാ, അബ്രാഹ്മണർക്ക് നായർക്ക് നമ്പ്യാരെ കണ്ടുകൂടാ, നമ്പ്യാർക്ക് ശേഷമുള്ള ഈഴവ പ്രകൃതികൾക്ക് അവരെ കണ്ടുകൂടാ, അവരുടെ തൊട്ടുകൂടാ, അവർ യാത്ര ചെയ്യുന്ന വഴികളിൽ സഞ്ചരിച്ചുകൂടാ എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. അത് പിന്നീട് അതിന് പാഠഭേദം വന്നതാണ്, അതിനെ മാറ്റാണ്. അത് ഭഗവാൻ ഉത്തരവാദിയല്ല. ഈ ഗുണകർമ്മത്തിന്റെ അടിസ്ഥാനപരമായി ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചത് ഭഗവാനാണെങ്കിൽ പോലും അതിനുശേഷം വന്ന ഈ വ്യതിയാനത്തിന് ഉത്തരവാദി ഭഗവാനല്ല. അതാണ് അകർത്താരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്ന പതനത്തിന് ഒരിക്കലും ആരും ഭഗവാനെ കുറ്റപ്പെടുത്തരുത്. ആ കാര്യം സത്യസന്ധമായി മനസ്സിലാക്കുക. ഈ അർത്ഥത്തിന്റെ, ഈ ശ്ലോകത്തിന്റെ അർത്ഥം ആ രീതിയിൽ വ്യക്തമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തതാണ് ഈ പലപ്പോഴും ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്നതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന അതിനീചമായ വിവേചനങ്ങൾ ഭഗവാൻ ഉത്തരവാദിയല്ല എന്നാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നാട്ടിൽ മഴ പെയ്യുന്നു. ആ മഴ ഒരു കർത്തവ്യമാണ്. അത് പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ കുറെ കാലത്തെ വേനൽ ചൂടിന് ശേഷം നമുക്കൊരു മഴ കിട്ടുന്നു. ഈ മഴ കിട്ടി കുറെ കഴിഞ്ഞാൽ നമ്മൾ ചെടികളും മറ്റും ഉണ്ടാകും. ആ ചെടികളിൽ ചിലപ്പോൾ നല്ല ചെടികളുണ്ടാവും, ചിലപ്പോൾ വിഷങ്ങളുണ്ടാവും. അപ്പൊ ഈ നല്ലതും ചീത്തയും ഇല്ലാത്ത ചെടികൾ ഉണ്ടാകുന്നതിന് ഭഗവാൻ ഉത്തരവാദിയല്ല. മഴ ചെയ്യുക എന്നാൽ കർമ്മം മാത്രമേ ഉള്ളൂ. അതിനനുബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അതിന് ഭഗവാൻ ഉത്തരവാദിയല്ല എന്ന് കാണണം. ഈ നല്ലവണ്ണം ഈ തത്വത്തെ മനസ്സിലാക്കാത്തവരാണ് ഭഗവത്ഗീതയും. നമുക്ക് അറിയാം, ഭഗവത്ഗീതയും ഈ ഗീതക്ക് അടിസ്ഥാനമായ ഭാരതവും രചിച്ചതാരാ? വ്യാസമഹർഷി. വ്യാസമഹർഷി ആരായിരുന്നു? വ്യാസമഹർഷി ഒരു മുക്കുവത്തിയുടെ പുത്രനായിരുന്നു. അപ്പൊ കുലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ വിജ്ഞാനത്തിന്റെ ഒന്നും അടുത്തുപോലും പോകാൻ പറ്റാത്ത ആളാണ് വ്യാസൻ. പക്ഷെ വ്യാസനാൽ വിരചിതമാണ് നമ്മളിപ്പോൾ പറയുന്ന ഭഗവത്ഗീതയും അതിനടിസ്ഥാനമായ കാര്യവും. അപ്പൊ പഴയ കാലങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതുണ്ടായിരുന്നില്ല എന്ന് സ്പഷ്ടം. അതുപോലെ തന്നെ ആദി കവിയായ രാമായണം വിരചിച്ച രത്നാകരൻ ആരായിരുന്നു? കൊള്ളക്കാരനായിരുന്നു. ആ രത്നാകരനാണ് പിന്നീട് വാത്മീകിയായി മാറിയത്. ജന്മനാൽ തന്നെ കാട്ടാള പ്രകൃതി, നിഷാദ പ്രകൃതി, താമസഗുണമുള്ള ആളായിരുന്നു. പിന്നീട് ആ ജന്മത്തിൽ തന്നെ മാനസികമായ പരിവർത്തനം വന്ന് അത്യുന്നതമായ സാത്വിക മേഖലയിൽ എത്തിച്ചേർന്നു. അതാണ് ജന്മമല്ല കർമ്മമാണ് ഇതിനാധാരം എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും പോണ്ട. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു. അവര് ഈ സമൂഹത്തിൽ താഴേക്കടയിലുള്ള ഒരാളാണ്. എന്നിട്ട് പോലും ഇന്ത്യയുടെ പ്രഥമ വനിതയായി അവർക്ക് മാറാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ ജനിച്ച ശ്രീ KR നാരായണൻ, അദ്ദേഹം വളരെ താഴ്ന്ന നിലവാരത്തിൽ, താഴ്ന്ന ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ച ആളായിരുന്നു. ആ KR നാരായണൻ ഭാരതത്തിന്റെ പ്രഥമ പൗരനാവാനും അതിനുപരി ഒരു വിശ്വപൗരനും കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടാണ്, ജന്മം കൊണ്ടല്ല. അതുപോലെ അതിന് മറ്റൊരു വശമുണ്ട്. നമുക്ക് വളരെ സംശുദ്ധമായി അർച്ചന ചെയ്യാനും പൂജിക്കാനുമായി പൂജ നടത്താനും ദൈവികമായ കാര്യങ്ങൾ നടത്താനും നിയോഗിക്കപ്പെട്ടവരാണ് ബ്രാഹ്മണർ. പക്ഷേ നമ്മൾ അവരെ ഏൽപ്പിച്ച ബ്രാഹ്മണന്മാർ ചെയ്യുന്ന രീതി അതിൻ്റെ അർത്ഥതലത്തിൽ പൂർണ്ണമായും ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ അകത്ത് സ്വർണം നഷ്ടപ്പെടാൻ സാധിക്കുമോ? അപ്പൊ ഭഗവാന്റെ ശ്രീകോവിലിനകത്ത് പൂജ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൽ ദുഷ്ടമനസ്സായിരുന്നെങ്കിൽ, അത് ജനിച്ചത് സാത്വികമായിട്ടാണെങ്കിൽ പോലും, ജനിച്ച ആ കുലത്തിലാണെങ്കിൽ പോലും ചെയ്ത കർമ്മം താമസ കർമ്മമാണ്, മോഷ്ടാവിന്റെ, കള്ളന്റെ കർമ്മമാണ്. അതുകൊണ്ട് ഇപ്പോഴും സമർത്ഥിക്കുന്നു, നമ്മുടെ ജന്മമല്ല, കുലമല്ല ഇതിന്റെ ആധാരം, നമ്മുടെ കർമ്മമാണ്.
സ്വകീയമായ ഗുണഗണങ്ങളാൽ വർണ്ണവ്യവസ്ഥയ്ക്ക് ആധാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടേതായ സ്വകീയമായ ഗുണങ്ങളാണ് ഈ വർണ്ണങ്ങൾക്ക് ആധാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ പറയുന്നു, നീ എന്നെ ഏതെല്ലാം കർത്താവായി വിചാരിക്കുന്നുവോ ആ കർമ്മങ്ങൾക്കൊന്നും ഞാൻ കർത്താവായി തീരുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ അകർമ്മണം അകർത്താവ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളിൽ യാതൊരു റോളുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 14ാമത്തെ ശ്ലോകം, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മ ഭിന്ന സബധ്യതേ. എന്താണ്? കർമാണി, വിശ്വസൃഷ്ട്യാദി കർമ്മങ്ങൾ, മാം എന്നെ നലിംപതി സക്തനാക്കുന്നില്ല, മേ എനിക്ക് കർമ്മഫലത്തിൽ സ്പൃഹാന ആഗ്രഹവുമില്ല, ഇച്ഛയുമില്ല, ഇതിമാം ഇപ്രകാരം എന്നെ യാ അഭിജാനാതി ആര് മനസ്സിലാക്കുന്നുവോ സാ അവൻ കർമ്മഭി കർമ്മങ്ങളാൽ ന ബധ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കർമാണി, ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, വിശ്വസൃഷ്ടി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല. കർമാണി ന ലിംപതി എന്നെ സക്തനാക്കുന്നില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ സൃഷ്ടിക്കുന്നവനാണെങ്കിൽ പോലും എൻ്റെ സൃഷ്ടിയിൽ ഞാൻ ബന്ധിതനാകുന്നില്ല, എനിക്ക് ഇച്ഛയില്ല. ഈ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള കർമ്മേച്ഛയും എനിക്കില്ല. അതെന്റെ കർമ്മമാണ്, ചെയ്യുക, സൃഷ്ടിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്യുന്നു. ആ സൃഷ്ടിക്കപ്പെടുന്ന വസ്തുവിൽ നിന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല, സ്പൃഹയില്ല. ഇതിമാം ഇപ്രകാരം എന്നെ യാ അഭിജാനാതി അങ്ങനെ യാതൊരു സ്പൃഹയുമില്ലാത്തവനായി, ഇച്ഛയില്ലാത്തവനായിട്ടാണ് ഞാൻ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുന്നത് എന്നും അതാണ് എൻ്റെ തലം എന്നും യാതൊരുവൻ മനസ്സിലാക്കുന്നുവോ അയാൾ കർമ്മങ്ങളാൽ നബധ്യതേ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അങ്ങേരും ഭഗവാനെ ഈ രീതിയിൽ കാണുന്നവർ സ്വയം അറിയല്ലോ, സ്പൃഹയില്ലാതെ, താല്പര്യമില്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ അങ്ങനെ നമ്മുടെ സൃഷ്ടിയിലോ നമ്മുടെ പ്രവൃത്തിയിലോ കാണുന്ന ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് കാണുന്ന അയാൾക്കും കർമ്മങ്ങളാൽ ബന്ധിതമാകുന്നില്ല, മറിച്ച് അയാൾക്ക് മോക്ഷം ലഭിക്കും പിന്നീട്. അന്വയം, കർമാണി മാം ന ലിംപതി മേ കർമ്മഫലേ സ്പൃഹാഹ ന ഇതി മാം യ അഭിജാനാതി സ കർമ്മഭി ന ബന്ധ്യതേ. എന്നെ കർമ്മങ്ങൾ സ്പർശിക്കുന്നില്ല അർജുന, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല, ഇച്ഛയുമില്ല. ഇങ്ങനെ എന്നെ ആരറിയുന്നുവോ അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നുമില്ല. അങ്ങനെ എൻ്റെ പ്രകൃതം ഇതാണ് എന്ന്, അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു പ്രകൃതമാണ് എന്ന് ആര് അറിയുന്നുവോ അവൻ ആ തലത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവന് പിന്നെ മോഹങ്ങളില്ല, കർമ്മബന്ധങ്ങളില്ല. അവൻ പിന്നീട് സർവബന്ധങ്ങളിൽ നിന്നും മോചിതനാവും, അവന് മോക്ഷം ലഭിക്കും. വൈദിക സ്മൃതിയിൽ ഇത് പറയുന്നുണ്ട്. സ്മൃതിയിലാണ്, നിമിത്രമാത്രമേവാസൗ സൃജാന്യാം സർഗകർമ്മണി പ്രധാന കാരണീഭൂതായതോ വൈ സൃജശക്യയാ. ഭൗതിക സൃഷ്ടിയുടെ പ്രഥമ കാരണം, പരമകാരണം മാത്രമാണ് ഭഗവാൻ. അതൊരു കാരണം മാത്രമാണ്, നിമിത്തമാണ്. പ്രപഞ്ചാവിർഭാവം ഉളവാക്കുന്ന പ്രകൃതിയാണ് കാരണം. അത് കാര്യം ചെയ്യുന്നത് ഭഗവാനാണ്. പക്ഷെ അതിൽ ചെയ്യിക്കപ്പെടുന്നത്, സൃഷ്ടിക്കപ്പെടുന്നതാണ് പ്രപഞ്ചങ്ങൾ മീൻസ് പ്രപഞ്ചത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന ദേവന്മാരും മനുഷ്യന്മാരും അതുപോലെ ജീവികളും, സമസ്ത ജീവികളും ഈ ഭഗവാനിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. അവരവരുടെ സ്വകീയ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുന്ന, ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ആവിർഭവിക്കുന്ന ആളുകൾ എന്ന ഈ സൃഷ്ടിപരമായ കാര്യങ്ങൾ, സൃഷ്ടിക്കപ്പെടുന്നവർ അവരുടെ പ്രകൃതിയിൽ എന്താണ്? നമ്മുടെ ഒന്ന് പ്രകൃതിയിൽ നിന്നുള്ളത് ഒരർത്ഥം. രണ്ടാമത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ പ്രകൃതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ത്രിഗുണങ്ങളിൽ. അപ്പോൾ ഈ ത്രിഗുണങ്ങളിൽ ഈ അവരുടെ ഗുണങ്ങൾക്കനുസരിച്ച്, അവരുടെ പ്രകൃതിക്കനുസരിച്ച്, ചിലപ്പോൾ അവർ ജീവിക്കുന്ന പ്രകൃതിക്കനുസരിച്ച് അവർ അവരുടെ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പം 15ാമത്തെ ശ്ലോകം പറയുന്നു, ഏവം ജ്ഞാത്വാ കൃതം കർമ്മ. ഇത്
മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്താൽ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവരൈ മുമുക്ഷുഭി പൂർവർ അപി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത്വം പൂർവേ പൂർവതരം കൃതം. എന്താ ചെയ്യേണ്ടത്? ഏവം ജ്ഞാത്വ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിഷ്കാമകർമ്മവും ഞാൻ അറ്റാച്ച്ഡ് അല്ലാത്ത, ഞാൻ ഡിറ്റാച്ച്ഡ് ആയ എല്ലാ കർമ്മ ചെയ്യപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും അതീതനായുള്ള ആളാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായി ജോലി ചെയ്യുന്ന അവരുടേതായ നിയതമായ കർമ്മം ചെയ്യുന്ന ആളുകൾ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവരൈരപി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. നീ എന്താ ചെയ്യേണ്ടത്? ഏവം, ഇപ്രകാരം, ജ്ഞാത്വ, അറിഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ പൂർവൈ, മുമ്പുള്ള, മുമുക്ഷുഭി, മോക്ഷം ലഭിച്ച ആളുകളാൽ കർമ്മം കൃതം ചെയ്യപ്പെട്ടു. എങ്ങനെ? മനഃശുദ്ധിയോടുകൂടി ഈ ഭഗവാൻ നിർദ്ദേശിക്കപ്പെട്ട രീതിയിലൂടെ സർവസ്വവും ത്യജിച്ചുകൊണ്ട്, സർവസ്വവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്ത പൂർവികർ, നമുക്ക് മുമ്പുണ്ടായ ആളുകൾ, ഒരുപാട് ആളുകൾ മോക്ഷം പ്രാപിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഈ രീതിയിൽ ചരിച്ച ആളുകൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് തസ്മാത് പൂർവൈ, മുമ്പുള്ളവരാൽ, പൂർവികന്മാർ, പൂർവതരം, പണ്ട് യുഗാന്തരങ്ങളിൽ, ഇപ്പോൾ മാത്രമല്ല വളരെ മുമ്പേ ചെയ്ത കൃതം ചെയ്യപ്പെട്ട കർമ്മ ഏവ, ആ കർമ്മത്തെ തന്നെ ത്വം അപി, നീയും ചെയ്യുക, ഒരു ചെയ്യുക. എന്താണ് പറയുന്നത്? ഏവം ജ്ഞാത്വാ പൂർവൈ മുമുക്ഷുഭി കർമ്മം കൃതം തസ്മാത് പൂർവൈ പൂർവതരം കൃതം കർമ്മ ഏവം ത്വം അപി കുരു. ഇപ്രകാരം അറിഞ്ഞിട്ട് മുമ്പുള്ള മുമുക്ഷുക്കൾ, മുമ്പ് ഉള്ള മോക്ഷാർത്ഥികൾ കർമ്മം ചെയ്യപ്പെട്ടു. നേരത്തെ പറഞ്ഞ ഭഗവാന്റെ നിർദ്ദേശാനുസരണം കർമ്മം ചെയ്യപ്പെട്ടു. അതിനാൽ പൂർവികർ മുമ്പ് ചെയ്ത കർമ്മത്തെ നീ ചെയ്യുക. പൂർവികർ യുഗാന്തരങ്ങളായി നമ്മുടെ പൂർവികന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തെ തന്നെ നീയും ചെയ്യുക അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി.